ഇന്ത്യൻ മാർക്കറ്റിൽ ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്ന എല്ലാ അഡ്വഞ്ചർ ബൈക്കിനെ പറ്റിയിട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. നിങ്ങളൊരു ADV മോട്ടോർ സൈക്കിൾ എടുക്കാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. ഇതിൽ നമ്മൾ ബഡ്ജറ്റ് ബേസ് ആയിട്ടുള്ള വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസും സ്പെക്സ് കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട്. അതുപോലെ തന്നെ എല്ലാ വണ്ടിയുടെയും പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും വീഡിയോയിൽ മെൻഷൻ ചെയ്യുന്നതായിരിക്കും. വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എല്ലാവരും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൻ്റെ തൊട്ടപ്പുറത്ത് ഹൈപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ ഹൈപ്പ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുക എല്ലാവരും. ഫസ്റ്റ് തന്നെ നമുക്ക് ഏറ്റവും വിലക്കുറവിൽ വാങ്ങാൻ പറ്റിയ അഡ്വഞ്ചർ ബൈക്കിൽ തന്നെ തുടങ്ങാം. ഇപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും വില കുറഞ്ഞൊരു അഡ്വഞ്ചർ ബൈക്ക് എക്സ്പൾസ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത്. എക്സ്പൾസിന് ഇപ്പോൾ 2 വേർഷനാണുള്ളത്. എക്സ്പൾസിൻ്റെ 204V വേർഷൻ എടുക്കാം, അല്ലെങ്കിൽ എക്സ്പൾസിൻ്റെ 210 വേരിയൻ്റ് എടുക്കാം. ഇന്ത്യയിലൊരു അഡ്വഞ്ചർ കാറ്റഗറിയിൽ ഏറ്റവും കൂടുതൽ സെയിൽ വരുന്നൊരു ബൈക്കാണ് എക്സ്പൾസ്. എക്സ്പൾസ് ഇന്ത്യയിൽ അത്രത്തോളം സെയിൽ നടക്കുന്നുണ്ട്. ഇപ്പം ഹിമാലയൻ അല്ലെങ്കിൽ ബാക്കിയുള്ള അഡ്വഞ്ചർ ബൈക്കൊക്കെ വെച്ച് നോക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ സെയിൽസ് വരുന്ന ബൈക്കാണ്. അതിനുള്ള കാരണം വണ്ടിയുടെ ബഡ്ജറ്റ് തന്നെയാണ്. ഒരു സാധാരണക്കാർക്ക് ഇടയിലേക്ക് വണ്ടി ഒരുപാട് എത്തിച്ചു തന്നിട്ടുണ്ട്. എല്ലാവർക്കും വാങ്ങാൻ പറ്റുന്ന ഒരു പ്രൈസിങ്ങുമാണ്. ഇപ്പോൾ കൂടുതൽ ആൾക്കാരും എക്സ്പൾസ് 210 എടുക്കുന്നത്. 200 എടുക്കുന്നത് വളരെ കുറവാണ്. ഇപ്പോൾ എക്സ്പൾസ് 210 പ്രൈസ് 2 ലക്ഷത്തിന് താഴെയാണ് റേറ്റ്. 1,79,000 എക്സ്പൾസ് 204Vയുടെ ഓൺ റോഡ് പ്രൈസ്. ഇതിൻ്റെ ഡക്കാർ എഡിഷനൊക്കെ പ്രൈസ് കുറച്ച് കൂടുന്നുണ്ട്. ഡക്കാർ എഡിഷനും റാലിക്കൊക്കെ 1,90,000 റേഞ്ചിൽ പ്രൈസ് വരുന്നുണ്ട്. കുറച്ചും കൂടി പെർഫോമൻസ് കൂടുതൽ വേണ്ടിക്ക് നിങ്ങൾക്ക് എക്സ്പൾസ് 210ലേക്ക് പോവാം. 200 വെച്ച് നോക്കുമ്പോൾ 210 ഡിസൈനിൽ നല്ല മാറ്റമുണ്ട്. പിന്നെ വണ്ടിയുടെ എഞ്ചിനിൽ മാറ്റമുണ്ട്. ഫീച്ചേഴ്സിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. 210cc എഞ്ചിനാണ്. 210cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ഡബിൾ ഓവർ ഹെഡ് ക്യാംഷാഫ്റ്റ് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. 24.6 PS ഓഫ് പവറും 20.7 Nm ടോർക്കുമാണ്. 6 സ്പീഡ് ട്രാൻസ്മിഷൻ വരുന്നുണ്ട്. പഴയ എക്സ്പൾസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ വണ്ടിയുടെ പവർ ഔട്ട്പുട്ടിൽ നല്ല മാറ്റമുണ്ട്. ഇപ്പോൾ 10cc മാത്രമേ കൂടിയിട്ടുണ്ടെങ്കിലും വണ്ടിയുടെ പവറിൽ മൊത്തം മാറ്റം വന്നിട്ടുണ്ട്. ടോർക്കിൽ വ്യത്യാസമുണ്ട്. ടോപ്പ് എൻഡ് കുറച്ച് കൂടുതലാണ്. ഏകദേശം ഒരു 135 മുകളിൽ തന്നെ ടോപ്പ് എൻഡ് കിട്ടുന്നുണ്ട്. ഫ്രണ്ടിൽ 210 mm ടെലിസ്കോപ്പ് ഫോർക്കും ബാക്കിൽ 205 mm മോണോ ഷോക്കാണ് കൊടുത്തേക്കുന്നത്. നല്ല ഷോക്ക് സെറ്റപ്പാണ്. ഈ ഒരു ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോൾ ഏറ്റവും നല്ല ഷോക്കാണ് ഹീറോ കൊടുത്തേക്കുന്നത്. ഷോക്കും അതേപോലെ തന്നെ വണ്ടിയുടെ ടയേഴ്സാണ്. 21 ഇഞ്ച് വീൽസാണ് ഫ്രണ്ടിൽ, ബാക്കിൽ 18 ഇഞ്ച് വീൽസാണ്. സ്പോക്ക് വീലാണ്. അതുകൊണ്ട് തന്നെ വണ്ടിയുടെ ഓഫ് റോഡ് പെർഫോമൻസ് അല്ലെങ്കിൽ കംഫർട്ട്, ആ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ നല്ല സ്ട്രോങ് ആയിരിക്കും. ഇനി വണ്ടിയുടെ പോസിറ്റീവ് സൈഡ് നോക്കുവാണെങ്കിൽ ബഡ്ജറ്റ് തന്നെയാണ്. ഈ ഒരു പ്രൈസ് റേഞ്ചിൽ വാങ്ങാൻ പറ്റിയ ബെസ്റ്റ് ബൈക്ക് തന്നെയാണ്. ഇപ്പോൾ ഈ ഒരു പ്രൈസിനനുസരിച്ചുള്ള എല്ലാ കാര്യങ്ങളും അവർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വണ്ടിയുടെ സർവീസ് കോസ്റ്റ്, മെയിൻ്റെനൻസ് കോസ്റ്റ്, പാർട്സിൻ്റെ റേറ്റൊക്കെ നല്ല രീതിക്ക് കുറവാണ്. ഓഫ് റോഡിൻ്റെ കാര്യത്തിൽ വണ്ടി വേറെ ലെവലാണ്. എല്ലാവർക്കും ഒരു ബിഗിനേഴ്സ് ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ വണ്ടി പക്കായിട്ട് യൂസ് ചെയ്യാം. ഏത് ട്രാക്കിലായാലും വണ്ടി യൂസ് ചെയ്ത് ഓഫ് റോഡ് ട്രാക്കിലൊക്കെ യൂസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഒരു 30 to 35 റേഞ്ചിലാണ് വണ്ടിയുടെ മൈലേജ്. 35ന് മുകളിൽ കിട്ടുന്ന ആൾക്കാരുണ്ട്. പിന്നെ വണ്ടി കുറച്ചും കൂടി സിറ്റി യൂസിന്, ഹൈവേസിലൊക്കെ യൂസ് ചെയ്യാം. പഴയ എക്സ്പൾസ് വെച്ച് നോക്കുമ്പോൾ വണ്ടിക്ക് മൈലേജ് കുറച്ച് കുറവ് തന്നെയാണ്. പഴയതിന് 40+നും 45 റേഞ്ചിലൊക്കെ കിട്ടുന്നുണ്ട്. നെഗറ്റീവ് എന്ന് പറയുന്നത് വണ്ടിയുടെ എഞ്ചിൻ്റെ കുറച്ച് ഇഷ്യൂസൊക്കെയാണ്. ഇപ്പോൾ എഞ്ചിൻ്റെ ടാപ്പ് ആൻഡ് നോയ്സും അതിൻ്റെ എഞ്ചിൻ്റെ ഓയിൽ ലീക്ക് പോലുള്ള കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മെയിൻ ഇഷ്യൂസ് ടാപ്പ് ആൻഡ് നോയ്സ് തന്നെയാണ്. പിന്നെ അത് ഒരുപാട് ആൾക്കാർക്ക് കിട്ടിയിട്ടുണ്ട്. അത് എക്സ്പൾസ് 210 ഒരു കോമൺ ഇഷ്യൂസും കൂടിയാണ്. അടുത്ത കാര്യം വണ്ടിയുടെ ക്വാളിറ്റിയിൽ കുറച്ച് പോരായ്മയുണ്ട്. കുറച്ച് ചീപ്പസ്റ്റ് ക്വാളിറ്റി പാർട്സാണ് വണ്ടിക്ക് യൂസ് ചെയ്തിരിക്കുന്നത്. പ്രൈസ് ബഡ്ജറ്റ് വൈസ് നോക്കുമ്പോൾ കുറക്കാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു ക്വാളിറ്റിയിൽ കുറച്ച് വിട്ടുവീഴ്ചയുണ്ട് വണ്ടിക്ക്. ടോട്ടൽ 5 years വാറണ്ടിയാണ് വണ്ടിക്ക് കമ്പനി ക്ലെയിം ചെയ്തേക്കുന്നത്. ആ ഒരു വാറണ്ടിയിൽ തന്നെ എല്ലാ കംപ്ലൈൻറ്റും ഫ്രീ ആയിട്ട് തന്നെ അവർ മാറ്റി തരുന്നുണ്ട്. ഇതിൻ്റെ ബേസും ഉണ്ട്, ടോപ്പും ഉണ്ട്. ബേസിന് 2,02,000, ടോപ്പിന് 2,16,000 ഓൺ റോഡ്. രണ്ടാമത്തെ ബൈക്ക് കവാസാക്കിയുടെ KLX 230 ആണ്. കവാസാക്കിയുടെ ഒരു പ്രോപ്പർ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിളാണ്. ഒരു ഡുവൽ സ്പോർട്ട് ആയിട്ടുള്ള ഒരു ഡേർട്ട് ബൈക്ക് ടൈപ്പുള്ള ഒരു മോട്ടോർ സൈക്കിളും കൂടിയാണ്. എക്സ്പൾസുമായിട്ടൊക്കെ ഒരുപാട് കമ്പാരിസൺ വരുന്നൊരു ബൈക്കാണ് കവാസാക്കിയുടെ KLX എന്ന് പറയുന്നത്. രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട്. 2 ബൈക്കിലും കാണാൻ പറ്റും. KLX ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഡേർട്ട് ബൈക്കാണ്. നമുക്ക് റോഡ് ലീഗലായിട്ടുള്ള ഒരു ഡേർട്ട് ബൈക്കും കൂടിയാണ്. ഇതിൻ്റെ 230R എന്ന് പറയുന്ന നോൺ റോഡ് ലീഗൽ ബൈക്ക് ഉണ്ട്. ഇതിൻ്റെ ലുക്ക് തന്നെ അങ്ങനെയാണ്. വണ്ടി കണ്ടാൽ തന്നെ വണ്ടിയുടെ ഐഡൻറ്റിറ്റി മനസ്സിലാക്കാൻ പറ്റും. എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ 233cc സിംഗിൾ സിലിണ്ടർ എയർ കൂൾഡ് എഞ്ചിനാണ്. 18.1 PS ഓഫ് പവറും 18.3 Nm ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സുമാണ് കൊടുത്തേക്കുന്നത്. ഇതൊരു ചെറിയ എഞ്ചിനാണ് കവാസാക്കിയുടെ. ഇപ്പോൾ വണ്ടിയുടെ ടോപ്പ് ആൻഡ് വേസൊക്കെ അത്രത്തോളം മികച്ചതൊന്നുമല്ല. ഓഫ് റോഡ് ട്രാക്കിന് വേണ്ടി യൂസ് ചെയ്ത എഞ്ചിനാണ്. ലോ ആൻഡ് മിഡ് റേഞ്ച് ടോർക്ക് കാര്യങ്ങളൊക്കെയാണ് വണ്ടിക്ക് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്തേക്കുന്നത്. 139 kg മാത്രമേ വണ്ടിക്ക് വെയിറ്റ് ഉള്ളൂ. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്. ഏത് ആൾക്കാർക്കും വണ്ടി മാനേജ് ചെയ്യാൻ പറ്റും. എക്സ്പൾസിൻ്റെ നോർമൽ വേർഷൻ വെച്ച് നോക്കുമ്പോൾ ഏകദേശം ഒരു 265 mm ആണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അത്രയും ഹൈ ലെവലായിട്ടുള്ള GC ആണ് വണ്ടിക്ക്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് വണ്ടിയുടെ എഞ്ചിനേക്കാൾ മികച്ചത് വണ്ടിയുടെ ഷോക്ക് സെറ്റപ്പ് തന്നെയായിരിക്കും. 37 mm ടെലിസ്കോപ്പ് ഫോർക്കാണ് ഫ്രണ്ടിൽ വരുന്നത്. 250 mm ട്രാവൽ വരുന്നുണ്ട്. ബാക്കിൽ യൂണി ട്രാക്ക് ആയിട്ടുള്ള മോണോ ഷോക്കാണ്. 250 mm ട്രാവൽ വരുന്നുണ്ട്. വണ്ടിയുടെ ഷോക്ക് സെറ്റപ്പ്
സെറ്റപ്പ് തന്നെയാണ് ഏറ്റവും വലിയ ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം. ഏത് ട്രാക്കിലും ഏത് പറമ്പിലും എവിടെ വണ്ടി യൂസ് ചെയ്യാൻ പറ്റും. എക്സ്പൾസിൻ്റെ പോലെ തന്നെ ഫ്രണ്ടിൽ 21 ഇഞ്ചും ബാക്കിൽ 18 ഇഞ്ചിൻ്റെ സ്പോക്ക് വീൽ ടയർസാണ്. ഇതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കാം. പോസിറ്റീവ് എന്ന് പറയുന്നത് വണ്ടിയുടെ ഓഫ് റോഡ് പെർഫോമൻസ് തന്നെയാണ്. ഹൈ ലെവൽ ഓഫ് റോഡ് പെർഫോമൻസ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ മറ്റുള്ള ഏത് ബൈക്കും തരില്ല. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ ട്രാക്കിലൊക്കെ ഈ ഒരു ബൈക്ക് വെച്ച് തന്നെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ട്രാക്കിലൊക്കെ ഒരു മികച്ചൊരു പെർഫോമൻസ് നിങ്ങൾക്ക് കാഴ്ചവെക്കാൻ പറ്റും. നെഗറ്റീവ് സൈഡ് വണ്ടിയുടെ ഒരു സിറ്റീസിലും ഹൈവേസിലുള്ള പെർഫോമൻസ് ആണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതൊരു ചെറിയ എഞ്ചിനാണ്. ഒരു ചെറിയ എഞ്ചിൻ ആയതുകൊണ്ട് തന്നെ സിറ്റീസിലും ഹൈവേസിലൊക്കെ വണ്ടി ഭയങ്കര ശോകം തന്നെയാണ്. വെറും 7.6 ലിറ്റർ മാത്രമേ ടാങ്ക് റേഞ്ച് ഉള്ളൂ. ഇപ്പോൾ ടാങ്ക് റേഞ്ച് ഭയങ്കര കുറവാണ്. ഹൈവേസിലൊക്കെ വണ്ടി പോകുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ടാങ്ക് ഫുൾ ചെയ്യേണ്ട ഒരു അവസ്ഥയിലേക്ക് വരും. ഇതൊരു പ്രോപ്പർ നെഗറ്റീവായിട്ട് പറയാനും പറ്റില്ല, കാരണം ഒരു ട്രയൽ ബൈക്കിൽ ഇങ്ങനെ തന്നെയാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. പക്ഷേ വണ്ടിയുടെ പർപ്പസ് മനസ്സിലാക്കി എടുക്കുന്നവർക്ക് വണ്ടി പക്ക മാച്ച് തന്നെയായിരിക്കും, അതിലൊരു സംശയമില്ല. പിന്നെ കവാസാക്കിയുടെ ഷോറൂമിൻ്റെ അവൈലബിലിറ്റി ഒക്കെ കുറച്ച് കുറവാണ്. പിന്നെ സർവീസ് കോസ്റ്റും കുറച്ച് ഹൈ തന്നെയാണ് എക്സ്പൾസ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. കവാസാക്കിയുടെ CBU റൂട്ടും ഉണ്ട്, CKD യൂണിറ്റും ഉണ്ട്. അപ്പോൾ അതിന് രണ്ട് ക്വാളിറ്റിയിൽ വ്യത്യാസമുണ്ട്, പ്രൈസിൽ നല്ല മാറ്റമുണ്ട്. കവാസാക്കിയുടെ KLXൻ്റെ പ്രൈസ് 2,26,000 രൂപയാണ് ഓൺ റോഡ്, കൊച്ചി ഓൺ റോഡ് പ്രൈസ്. മറ്റേ മോഡൽ ഫുള്ളി ഇമ്പോർട്ട് ചെയ്ത ബൈക്കാണ്. അതിൽ എല്ലാ ക്വാളിറ്റി ആയിട്ടുള്ള പാർട്സാണ് യൂസ് ചെയ്തേക്കുന്നത്. അതിൻ്റെ പ്രൈസ് കൂടുതലാണ്. 3 ലക്ഷത്തി റേഞ്ചിലാണ് കവാസാക്കിയുടെ ആ ഒരു മോഡലിൻ്റെ പ്രൈസ്. മൂന്നാമത്തെ ബൈക്ക് സുസുക്കിയുടെ V-Strom XS 250 എന്ന് പറയുന്ന മോഡലാണ്. ഇതൊരു പ്യുവർ അഡ്വഞ്ചർ മോട്ടോർ സൈക്കിൾ അല്ല, അഡ്വഞ്ചർ ടൂറാണ്. ലോങ് ട്രിപ്പിനൊക്കെ നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു ബൈക്കും കൂടിയാണ്. ഹൈവേസിലൊക്കെ സ്മൂത്തായിട്ട് അത്യാവശ്യം നല്ല ടോപ്പ് എൻ്റെയൊക്കെ അടിച്ചു പോകാൻ പറ്റുന്ന ബൈക്കാണ് സുസുക്കിയുടെ V-Strom. എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 249cc സിംഗിൾ സിലിണ്ടർ എഞ്ചിനാണ്. ഓയിൽ കൂൾഡ് എഞ്ചിനാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. ഇതൊരു ഓയിൽ കൂൾ എഞ്ചിൻ ആണെങ്കിലും മറ്റുള്ള ഓയിൽ കൂൾ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടി റിസൾട്ട് തരുന്ന ഒരു ഓയിൽ കൂളിംഗ് സെറ്റപ്പാണ്. SOCS ടെക്നോളജിയാണ്. സുസുക്കിയുടെ ജിക്സറിൽ കണ്ട സെയിം എഞ്ചിനാണ്. ജിക്സർ 250ൻ്റെ സെയിം എഞ്ചിനാണ് V-Stromലും അവർ കൊടുത്തേക്കുന്നത്. 26.5 PS ഓഫ് പവറും 22.2 Nm ടോർക്കുമാണ് വണ്ടിക്ക്. 6 സ്പീഡ് ട്രാൻസ്മിഷനാണ്. 30 to 35 റേഞ്ചിലാണ് മൈലേജ്. കാർബ് വെയിറ്റ് 167 kg ആണ്. 12 ലിറ്ററാണ് ടാങ്ക് റേഞ്ച്. 205 mm ആണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ്. ഡീസൻറ്റ് ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. ഫ്രണ്ടിൽ 19 ഇഞ്ചും ബാക്കിൽ 17 ഇഞ്ചിൻ്റെ അലോയ് വീൽ ടയർസാണ് കൊടുത്തേക്കുന്നത്. ഇതിൻ്റെ പർപ്പസ്ഫുള്ളി നോക്കുവാണെങ്കിൽ ഹൈവേ ടൂറിങ്ങിന് ബെസ്റ്റാണ് വണ്ടി. പിന്നെ ചെറിയ ചെറിയ ബാഡ് പാച്ച് റോഡിലൊക്കെ ടാക്കിൾ ചെയ്ത് ഓടാൻ പറ്റിയ ഒരു മോഡലാണ്. വണ്ടിയുടെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കാം. പോസിറ്റീവ് എന്ന് പറയുന്നത് വണ്ടിയുടെ എഞ്ചിൻ തന്നെയാണ്. ഒരു ബട്ടർ സ്മൂത്ത് എഞ്ചിനാണ് 249cc. ഒരു റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്, സ്മൂത്ത് എഞ്ചിനാണ്, വൈബ്രേഷൻ കുറഞ്ഞ എഞ്ചിനും കൂടിയാണ്. ഒരു ജാപ്പനീസ് ക്വാളിറ്റി തരുന്ന എഞ്ചിൻ തന്നെയാണ്. അതുകൊണ്ട് എഞ്ചിൻ്റെ ഭാഗത്തുനിന്ന് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ലൈറ്റ് വെയിറ്റ് ആണ്, വണ്ടി കാണാനും അടിപൊളിയാണ്. നെഗറ്റീവ് എന്ന് പറയുന്നത് വണ്ടിയുടെ ഓഫ് റോഡ് പെർഫോമൻസ് ആണ്. ഇതൊരു അഡ്വഞ്ചർ ടൂറാണ്, ഫുള്ളി പാക്കഡ് ആയിട്ടുള്ള അഡ്വഞ്ചർ ബൈക്കല്ല. ലോങ് ട്രാവൽ സസ്പെൻഷൻ അല്ല വണ്ടിക്ക്. 120 mm ആയിട്ടുള്ള ഒരു ടെലിസ്കോപ്പിക് ഫോർക്കാണ് ഫ്രണ്ടിൽ, ബാക്കിൽ മോണോ ഷോക്കാണ്. അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള എക്സ്പൾസോ ഹിമാലയനോ KLXോ ചെയ്യുന്ന ഒരു അഡ്വഞ്ചർ കാറ്റഗറി ഈ ഒരു ബൈക്കിൽ ചെയ്യാൻ പറ്റില്ല. വണ്ടിയുടെ പ്രൈസ് 2,62,200 കേരളത്തിലെ ഓൺ റോഡ്. നാലാമത്തെ ബൈക്ക് TVSൻ്റെ RTX 300 ആണ്. റീസെൻ്റ്ലി TVS പുറത്തിറക്കിയ ഒരു ബൈക്കാണ് RTX. ഒരു അഡ്വഞ്ചർ ടൂറർ കാറ്റഗറിയിൽ നിൽക്കുന്ന ഒരു മോഡലും കൂടിയാണ്. ഡിസൈനാണ് വണ്ടിയുടെ മെയിൻ ആയിട്ടുള്ള ഹൈലൈറ്റ്. ഒരു കിടിലൻ ലുക്കിലാണ് വണ്ടി വന്നേക്കുന്നത്. ഒരു സൂപ്പർ ബൈക്കിൻ്റെ ലുക്ക് പല ഭാഗത്തുനിന്ന് തോന്നും. പിന്നെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലാണ് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഒരുപാട് ഫീച്ചേഴ്സും TVS കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ്റെ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ 299cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിനാണ്. DOC എഞ്ചിനാണ്. ഈ ഒരു എഞ്ചിനെ TVS വിളിക്കുന്ന പേര് RTX D4 എന്നാണ്. 36 PS ഓഫ് പവറും 28.5 Nm ടോർക്കുമാണ് വണ്ടീൻ്റെ പെർഫോമൻസ് വരുന്നത്. 180 kg ആണ് വണ്ടിയുടെ വെയിറ്റ്. 200 mm ആയിട്ടുള്ള ഗ്രൗണ്ട് ക്ലിയറൻസ് ഉണ്ട്. 12.5 ലിറ്ററാണ് ഫ്യൂൽ ടാങ്ക്. മര്യാദയ്ക്ക് കൊടുക്കലാണെങ്കിൽ ഒരു 30 to 35 റേഞ്ചിൽ മൈലേജും കിട്ടും. ഷോക്ക് സെറ്റപ്പ് നോക്കുവാണെങ്കിൽ ഫ്രണ്ടിൽ UST ഫോർക്ക് വരുന്നുണ്ട്, ബാക്കിൽ മോണോ ഷോക്കാണ്. ഫ്രണ്ടിലും ബാക്കിൽ 180 mm ട്രാവലിൻ്റെ ഷോക്ക് സെറ്റപ്പാണ്. ഷോക്ക് സെറ്റപ്പ് അത്ര വലിയ മോശമൊന്നുമില്ല, അത്യാവശ്യം ഓഫ് റോഡിങ്ങൊക്കെ പറ്റിയ ബൈക്ക് തന്നെയാണ്. V-Stromനേക്കാൾ മികച്ച ട്രാവൽ തരുന്ന ബൈക്ക് തന്നെയാണ്. ഷോക്കിൻ്റെ കാര്യത്തിലൊക്കെ ഒരുപാട് ഫീച്ചേഴ്സ് TVS കൊടുത്തിട്ടുണ്ട്. ട്രാക്ഷൻ കൺട്രോൾ, ഡുവൽ ചാനൽ ABS, 4 റൈഡിംഗ് മോഡ്സ് ഉണ്ട്, TFT മീറ്റർ കൺസോൾ വരുന്നുണ്ട്, പിന്നെ ക്രൂയിസ് കൺട്രോൾ, റൈഡ് ബൈ വയർ ത്രോട്ടിൽ, പിന്നെ ക്വിക്ക് ഷിഫ്റ്ററൊക്കെ ഉണ്ട്. പോസിറ്റീവ് നോക്കുവാണെങ്കിൽ ഒന്നാമത്തെ കാര്യം വണ്ടിയുടെ ഡിസൈൻ, രണ്ടാമത്തെ കാര്യം വണ്ടിയുടെ ബിൽഡ് ക്വാളിറ്റി നൈസാണ്. 36 PS ഓഫ് പവർ തരുന്നുണ്ട്. നല്ല സ്ട്രോങ് പിക്കപ്പ് തരുന്ന ഒരു മോഡലും കൂടിയാണ് RTX. പിന്നെ ഹൈവേ ടൂറിങ്ങിന് വണ്ടി കംഫർട്ടബിൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും. ചെറിയ ഓഫ് റോഡും അടിക്കാൻ പറ്റും. ബഡ്ജറ്റ് വെച്ച് നോക്കുമ്പോൾ നല്ല വാല്യൂ ഫോർ മണി ബൈക്കാണ്. എല്ലാ കാര്യങ്ങളും അവിടെ മാക്സിമം കൊടുത്തിട്ടുണ്ട്. നെഗറ്റീവ് എന്ന് പറയുന്നത് വണ്ടി സിറ്റീസിലൊക്കെ കുറച്ച് ഹീറ്റിംഗ് ഉണ്ട്. പിന്നെ സസ്പെൻഷൻ കുറച്ച് സ്റ്റിഫാണ്. ഒരു പ്രോപ്പർ അഡ്വഞ്ചർ ബൈക്കല്ല. നിങ്ങൾക്ക് ഒരു ഹൈ ലെവലായിട്ടുള്ള ഓഫ് റോഡൊന്നും ഈ ഒരു ബൈക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല. പിന്നെ സർവീസിൻ്റെയും ഡെലിവറിൻ്റെ ഇഷ്യൂസാണ്. ഡെലിവറി കുറച്ച് ഡിലേ ആണ്. 3 മാസങ്ങളിലെടുക്കും വണ്ടി കിട്ടാൻ വേണ്ടിയിട്ട് ബുക്ക് ചെയ്താൽ. പിന്നെ സർവീസിൻ്റെ കാര്യമാണ്. മാക്സിമം നിങ്ങൾ ജെനുവിനായിട്ടുള്ള സർവീസ് സെൻറ്ററിൽ പോയിട്ടുണ്ട് അത്യാവശ്യം നല്ല ഫീഡ്ബാക്ക് തരുന്ന സർവീസ് സെൻറ്ററിൽ പോയി ചെയ്യുക. ഒരുപാട് മോശം സർവീസ് സെൻറ്റർ ഉണ്ട് TVSന്. ഇനി വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് നോക്കാം. ഒരുപാട് പേർക്ക് വണ്ടിയുടെ പ്രൈസ് അറിയാൻ താല്പര്യം ഉണ്ടാവും.
ഇതിൻ്റെ ബേസ് മോഡലിൻ്റെ പ്രൈസ് 2,45,000 രൂപയാണ് ഓൺ റോഡ്. ഇതിൻ്റെ മിഡ് വേരിയൻറ്റിന് 2,75,000. ടോപ്പ് വേരിയൻ്റ് ആയിട്ടുള്ള B2 വേർഷൻ 2,98,000 രൂപയാണ് ഓൺ റോഡ്. ഓൺ റോഡ് പ്രൈസിൽ ചെറിയ വ്യത്യാസം വരാൻ നിങ്ങളുടെ ഷോറൂം ഡിസ്ട്രിക്റ്റ് ഒക്കെ മാറുന്നതനുസരിച്ച് ഞാൻ കൊച്ചി കളമശ്ശേരിയിലെ ഒരു ഓൺ റോഡ് ഡീറ്റെയിൽസ് ആണ് ഈ ഒരു വീഡിയോയിൽ മെൻഷൻ ചെയ്തേക്കുന്നത്. 5ാമത്തെ അഡ്വഞ്ചർ ബൈക്ക് STയുടെ അഡ്വഞ്ചറാണ്. ഇപ്പോൾ ഇന്ത്യക്കാർ അധികം മൈൻഡ് ചെയ്യാതെ പോയൊരു അഡ്വഞ്ചർ ബൈക്കാണെന്ന് വേണമെങ്കിൽ പറയാം. വണ്ടി ഇറങ്ങിയ സമയത്ത് പഴയ 411 ഹിമാലയനുമായിട്ടൊക്കെ കമ്പാരിസൺ ഉണ്ടായിരുന്നു. ലുക്കൊക്കെ നോക്കുമ്പോൾ ഏകദേശം സെയിം ആണ് രണ്ടും. ഇപ്പോൾ ആണെങ്കിൽ ഡിസൈനിലൊക്കെ നല്ല മാറ്റങ്ങൾ വരുത്തി പുതിയ ഡിസൈനാണ് STക്ക് വരുന്നത്. 334cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് DOC എഞ്ചിനാണ്. ആൽഫ 2 എഞ്ചിനാണ്. 30.2 PS ഓഫ് പവറും 29.9 Nm ടോർക്കും 6 സ്പീഡ് ട്രാൻസ്മിഷനുമാണ് വണ്ടിക്ക്. 15.5 ലിറ്ററാണ് ഫുൾ ടാങ്ക്. 220 mm ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നുണ്ട്. 187 kg ആണ് വണ്ടിയുടെ വെയിറ്റ്. അത്യാവശ്യം ഹെവിനെസ് ആയിട്ടുള്ള ബൈക്കാണിത്. പോസിറ്റീവ് നോക്കുവാണെങ്കിൽ മിഡ് റേഞ്ച് സ്ട്രോങ് ആണ് വണ്ടിയുടെ എഞ്ചിൻ്റെ സൈഡ്. പിന്നെ ലുക്ക് വൈസ് ഒക്കെ വണ്ടി മോശമില്ല, ഡിസൈനും കാണാൻ നൈസാണ്. പിന്നെ ഷോക്കും ഓഫ് റോഡിങ്ങിന് അത്യാവശ്യം മാച്ച് തന്നെയാണ്. 200 mm ആണ് ഫ്രണ്ട് ഷോക്ക് ട്രാവൽ, ബാക്കിൽ 180 mm ആണ്. പിന്നെ വണ്ടിയുടെ നെഗറ്റീവ് നോക്കുവാണെങ്കിൽ കുറച്ച് ഹെവി ആയിട്ടുള്ള ബൈക്കാണ്. 187 kg ആണ്. വണ്ടി ഓഫ് റോഡിലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ് യൂസ് ചെയ്യാൻ. പിന്നെ വണ്ടി കുറച്ച് ടോപ്പ് സ്പീഡൊക്കെ പോകുമ്പോൾ കുറച്ച് ഹാഷ് ഫീൽ കിട്ടുന്നുണ്ട്. പിന്നെ ബാക്ക് ഷോക്ക് കുറച്ച് സ്റ്റിഫാണ്. പിന്നെ എഞ്ചിൻ്റെ റിഫൈൻമെൻറ്റ് ഇഷ്യൂസാണ്, കുറച്ച് റഫായിട്ടുള്ള എഞ്ചിനാണ്. പിന്നെ വൈബ്രേഷൻ കുറച്ച് നോയ്സൊക്കെ വണ്ടിക്ക് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. എഞ്ചിൻ്റെ വർക്കിങ്ങിലൊക്കെ വണ്ടിയുടെ ഭാഗത്ത് കുറച്ച് നെഗറ്റീവ് ഉണ്ട്. റിഫൈൻമെൻറ്റ് കിട്ടാത്തൊരു എഞ്ചിനാണെന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ സർവീസിൻ്റെ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂസ് ഉണ്ട്. സർവീസും അത്ര ബെറ്റർ ആയിട്ട് തോന്നിയിട്ടില്ല. ടോട്ടലി നെഗറ്റീവ് കുറച്ച് കൂടുതലാണ്. പോസിറ്റീവിനേക്കാൾ നെഗറ്റീവാണ് ഈ ഒരു ബൈക്കിന് കൂടുതലായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങൾ എടുത്ത ആൾക്കാരുടെ ഓണർഷിപ്പ് റിവ്യൂ അറിഞ്ഞിട്ട് വണ്ടി ടെസ്റ്റൊക്കെ ചെയ്തിട്ട് മാത്രം ഈ ഒരു ബൈക്കിലേക്ക് എടുക്കാൻ ശ്രമിക്കുക. 2,50,000 തൊട്ട് 2,70,000 വരെ ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് കേരളത്തിൽ. 6ാമത്തെ അഡ്വഞ്ചർ ബൈക്ക് KTMൻ്റെ ആണ്. KTMൻ്റെ അഡ്വഞ്ചർ 250 ഉണ്ട്, 390 ഉണ്ട്. അതിൻ്റെ ഡൗൺ സൈഡ് വേർഷനായാലും 350 അവൈലബിൾ ആണ്. നിങ്ങളൊരു ബിഗിനർ ആണെങ്കിൽ അഡ്വഞ്ചർ 250 എടുക്കാം. മാനേജ് ചെയ്യാൻ പറ്റുന്ന പെർഫോമൻസാണ് വണ്ടിക്ക് വരുന്നത്. ഡ്യൂക്ക് 250ൽ കണ്ട സെയിം എഞ്ചിൻ തന്നെയാണ്. 250cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിൻ തന്നെയാണ്. 31 PS ഓഫ് പവറും 25 Nm ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സുമാണ് കൊടുത്തിട്ടുള്ളത്. ഏകദേശം ഒരു 3,15,000 ആണ് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് ഒക്കെ വരുന്നത്. അടുത്തത് KTMൻ്റെ ഡൗൺ സൈഡ് വേർഷനായിട്ടുള്ള അഡ്വഞ്ചർ 350 ആണ്. ശരിക്കും പറഞ്ഞാൽ ഇത് 390യുടെ എഞ്ചിൻ തന്നെയാണ്. അതിൻ്റെ സ്റ്റോക്കിലൊക്കെ വ്യത്യാസം വരുത്തി മാറ്റങ്ങളൊക്കെ വരുത്തി കൊണ്ടുവന്ന എഞ്ചിനും കൂടിയാണ്. 390 വെച്ച് നോക്കുമ്പോൾ വണ്ടിക്ക് പവർ ഫിഗേഴ്സ് കുറവാണ്. ടോർക്കിലും പവറിലൊക്കെ വ്യത്യാസം വന്നിട്ടുണ്ട്. 349cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് എഞ്ചിൻ തന്നെയാണ്. മാക്സിമം പവർ 41 bhp, മാക്സിമം ടോർക്ക് 33.5 Nm ടോർക്കുമാണ്. 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഹൈവേസിൽ മോശം ടെറൈൻസിലൂടെയും വണ്ടി യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ വണ്ടിയുടെ നെഗറ്റീവ് എന്ന് പറയാനുള്ളത് കുറച്ച് പവർ ഫിഗേഴ്സ് കുറവാണ്. അതായത് 390 വെച്ച് നോക്കുമ്പോൾ കുറച്ച് ലൈറ്റ്സിൽ വണ്ടിക്ക് പവർ കുറവുണ്ട്. 390 യൂസ് ചെയ്ത ആൾക്കാർ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുമ്പോൾ ഈ ഒരു ബൈക്കിലേക്ക് പെട്ടെന്ന് വരുമ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു മാറ്റങ്ങൾ ശരിക്കും റൈഡ് ചെയ്യുമ്പോൾ മാറ്റങ്ങൾ ഫീൽ ചെയ്തേക്കാം. അല്ലാതെ ഒരു ഫ്രഷേഴ്സ് ആയിട്ടുള്ള ഒരാളാണ് 250 നിന്ന് 390 വരുന്ന ആൾക്കാരൊന്നും ഈ ഒരു ബൈക്കിൻ്റെ ഒരു പവർ ഫിഗേഴ്സിലൊരു വലിയൊരു കുറവ് പോലെ ഫീൽ ചെയ്യാൻ ചാൻസ് കുറവ് തന്നെയാണ്. പിന്നെ സിറ്റീസിൽ വണ്ടി കുറച്ച് ഹീറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ട്. കുറച്ച് ബിഗ്ഗർ എഞ്ചിൻ കൂടിയാണ്. അതുകൊണ്ട് തന്നെ അടുത്തത് KTMൻ്റെ അഡ്വഞ്ചർ 390ൻ്റെ ഒരു ഫുൾ വേർഷനാണ്. ഫുൾ സ്പെക്സ് വരുന്നൊരു എഞ്ചിനാണ്. 350 390 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഡിസൈനിൽ വലിയ മാറ്റമൊന്നുമില്ല. വണ്ടി കാണുമ്പോൾ രണ്ടും സെയിം തന്നെയാണ്. അതിൽ വന്നിട്ടുള്ള എഞ്ചിൻ്റെ വർക്കിലാണ് വ്യത്യാസം. ഇത് നമ്മുടെ ഡ്യൂക്ക് 390യുടെ സെയിം എഞ്ചിനാണ്. 398cc സിംഗിൾ സിലിണ്ടർ എഞ്ചിൻ വരുന്ന ഒരു ലിക്വിഡ് കൂൾ എഞ്ചിൻ വരുന്ന മോഡലാണ്. സിംഗിൾ സിലിണ്ടറിൽ തന്നെ ഏറ്റവും പവർഫുൾ എഞ്ചിനാണ് KTMൻ്റെ ഡ്യൂക്ക് 390. ആ ഒരു എഞ്ചിൻ തന്നെയാണ് ഈ ഒരു അഡ്വഞ്ചർ 390 അവർ കൊടുത്തേക്കുന്നത്. 45.3 bhp പവറും 39 Nm ആണ് ടോർക്ക്. 6 സ്പീഡ് ട്രാൻസ്മിഷനാണ്. പിന്നെ വണ്ടിക്ക് ഒരുപാട് ഫീച്ചേഴ്സും അവർ ഓവർലോഡായിട്ട് കൊടുത്തിട്ടുണ്ട്. ഡുവൽ ചാനൽ ABS ആണ്, സ്ലിപ്പർ ക്ലച്ച്, ട്രാക്ഷൻ കൺട്രോൾ, UST ഫോർക്കാണ്, WPFXൻ്റെ UST ഫോർക്കാണ്. പിന്നെ TFT മീറ്റർ കൺസോളൊക്കെ ഉണ്ട്. പിന്നെ ക്വിക്ക് ഷിഫ്റ്ററും റൈഡിംഗ് മോഡ്സും കോർണറിങ് ABS ഉണ്ട്. പിന്നെ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി നാവിഗേഷനൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പെക്സ് ഉള്ള മോഡലിന് ഒട്ടുമിക്ക എല്ലാ കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വണ്ടിയുടെ പ്രൈസ് കുറച്ച് കൂടുതലാണെങ്കിലും ഫീച്ചേഴ്സും ബാക്കി എഞ്ചിൻ്റെ പവർ ഫിഗേഴ്സൊക്കെ സ്ട്രോങ് തന്നെയാണ്. പോസിറ്റീവായിട്ടുള്ള കാര്യം വണ്ടിയുടെ എഞ്ചിൻ്റെ കാപ്പബിലിറ്റി തന്നെയാണ്. സ്ട്രോങ് എഞ്ചിനാണ്. ഒരു സിംഗിൾ സിലിണ്ടറിൽ തന്നെ മോസ്റ്റ് പവർഫുൾ എഞ്ചിനും കൂടിയാണിത്. ഹൈവേസിൽ നല്ല ടോപ്പ് സ്പീഡോടുകൂടി വണ്ടി റൈഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഹൈവേ ടൂറിങ്ങിന് ബെസ്റ്റ് ഓപ്ഷൻ തന്നെയാണ്. പിന്നെ അതേപോലെ തന്നെയാണ് വണ്ടിയുടെ ഓഫ് റോഡ് പെർഫോമൻസും. ഹൈവേസിലും നിങ്ങൾക്ക് ഓഫ് റോഡിങ്ങിലും ഒരേ ഒരു പെർഫോമൻസ് കിട്ടുന്നൊരു ബൈക്കും കൂടിയാണ് അഡ്വഞ്ചർ 390. നെഗറ്റീവ് എന്ന് പറയാനുള്ളത് ചെറിയ ഹീറ്റ് ഇഷ്യൂസ് ഉണ്ട് സിറ്റീസിലൊക്കെ. ബാക്കിയൊക്കെ വണ്ടിയുടെ മെയിൻ്റെനൻസും സർവീസ് കോസ്റ്റ് കാര്യങ്ങളൊക്കെയാണ്. പാർട്സിനൊക്കെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ആ ഒരു കാര്യങ്ങളൊക്കെ അറിഞ്ഞിട്ടായിരിക്കും എല്ലാവരും വണ്ടി എടുക്കുന്നത്. കാരണം ഇത് കുറച്ച് കോസ്റ്റ്ലി ബൈക്ക് തന്നെയാണ്. അഡ്വഞ്ചർ 390യുടെ പ്രൈസ് കുറച്ച് കൂടിയിട്ടുണ്ട്. ഏകദേശം ഒരു 5 ലക്ഷത്തി റേഞ്ചാണ് വണ്ടിയുടെ പ്രൈസ്. 5,08,000 റേഞ്ചിലാണ് വണ്ടിയുടെ ഇപ്പോഴത്തെ ഓൺ റോഡ് പ്രൈസ്. ഇതിൽ നിങ്ങൾക്ക് 3 ചോയ്സാണുള്ളത്. ബിഗിനർ ആണെങ്കിൽ 250 എടുക്കാം. അതിൻ്റെ ഒരു മിഡ് റേഞ്ച് നോക്കണമെങ്കിൽ നിങ്ങൾക്ക് 350 എടുക്കാം, അല്ലെങ്കിൽ 390 എടുക്കാം ഫുൾ സ്പെക്സിൽ. 7ാമത്തെ അഡ്വഞ്ചർ ബൈക്ക് എൻഫീൽഡിൻ്റെ ഹിമാലയൻ 450 ആണ്. 411 റീപ്ലേസ് ചെയ്തുകൊണ്ട് അവർ ഇറക്കിയൊരു മോഡലാണ് 450. പക്ഷേ 411ൻ്റെ ഡിമാൻഡ് ഇപ്പോൾ അത്യാവശ്യം കൂടിയിട്ടുണ്ട്.
അപ്പോൾ 411 വീണ്ടും തിരിച്ചു വരുന്നുണ്ട്, അതിനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ അതിൻ്റെ ലിങ്ക് വേണ്ടി ജസ്റ്റ് ഐ ബട്ടണിൽ ഞാൻ കൊടുക്കാം. 450 കുറച്ചുകൂടി പവർഫുൾ ആണ്, വണ്ടിയുടെ ഡിസൈനിലൊക്കെ മാറ്റുണ്ട് 411 വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. 452cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് വണ്ടിക്ക് അവർ കൊടുത്തേക്കുന്നത്. 40 bhp പവറും 40 Nm ടോർക്കാണ്. സിംഗിൾ സിലിണ്ടറിൽ തന്നെ മോസ്റ്റ് ടോർക്ക് എഞ്ചിനാണിത്. KTMൻ്റെ അഡ്വഞ്ചർ 390 വെച്ച് നോക്കുമ്പോൾ ഒരു 1 Nm ടോർക്ക് ഈ ഒരു മോഡലിന് കൂടുതലാണ്. 196 ആണ് വണ്ടിയുടെ കാർബ് വെയിറ്റ്. എൻഫീൽഡിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ബൈക്കിനും അത്യാവശ്യം നല്ല വെയിറ്റ് വരുന്നുണ്ട്. 825 mm ആണ് വണ്ടിയുടെ സീറ്റ് ഹൈറ്റ്. റൈഡർ ആവശ്യമനുസരിച്ച് നമുക്ക് സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. 230 mm ആണ് വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ്. അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് തന്നെയാണ്. നമുക്ക് ഓഫ് റോഡിലൊക്കെ വണ്ടി നല്ല രീതിക്ക് കൊണ്ടുപോകാൻ പറ്റും. ഇതൊരു ടൂറിംഗ് ഫ്രണ്ട്ലി ബൈക്ക് ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല ടാങ്ക് റേഞ്ച് വരുന്നുണ്ട്. 70 ലിറ്ററാണ് വണ്ടിയുടെ ടാങ്ക് റേഞ്ച്. ഏകദേശം ഒരു സിറ്റീസിലാണെങ്കിൽ ഒരു 25 to 28 റേഞ്ചിന് മൈലേജും, പിന്നെ വണ്ടിയുടെ ഒരു ഹൈവേസിൽ ഒരു 30 റേഞ്ചിന് മൈലേജ് എക്സ്പെക്ട് ചെയ്യാം. ഫ്രണ്ടിൽ UST ഫോർക്ക്, ബാക്കിൽ മോണോ ഷോക്കാണ്. നല്ല ഷോക്ക് സെറ്റപ്പാണ്. നമുക്ക് ഓഫ് റോഡിലൊക്കെ നല്ല യൂസ് ചെയ്യാൻ പറ്റുന്ന ഷോക്ക് സെറ്റപ്പ് തന്നെയാണ്. ബാക്കി ഹാർഡ്വെയർ ഫീച്ചേഴ്സൊക്കെ നോക്കുകയാണെങ്കിൽ TFT മീറ്റർ കൺസോൾ വരുന്നുണ്ട്, പിന്നെ മാപ്സ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട്, പിന്നെ സ്വിച്ചബിൾ ABS ആണ്, റൈഡ് ബൈ വയർ ആയിട്ടുള്ള ത്രോട്ടിലും കൊടുത്തിട്ടുണ്ട്. ഇനി വണ്ടിയുടെ പോസിറ്റീവ് സൈഡ് നോക്കുകയാണെങ്കിൽ ഒന്നാമത്തെ കാര്യം വണ്ടിയുടെ കംഫർട്ടാണ്. നമുക്ക് ലോങ് ട്രിപ്പിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ബെസ്റ്റ് ബൈക്കാണിത്. പ്രത്യേകിച്ച് ഹിമാലയൻ ടെറൈൻസ്, സ്പിറ്റി വാലി, ലേ ലഡാക്കിലൊക്കെ വണ്ടി നല്ല രീതിക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന മോഡലാണ്. നല്ല ടാങ്ക് റേഞ്ച് ഉണ്ട്, നല്ല ഓഫ് റോഡ് ക്യാപ്പബിലിറ്റി ഉള്ള മോഡലാണ്. നല്ല അപ്രൈറ്റ് ആയിട്ടുള്ള റൈഡിംഗ് പോസ്റ്ററാണ്. സീറ്റ് കംഫർട്ടൊക്കെ അടിപൊളിയാണ്. പില്ലണ വെച്ചിട്ട് വണ്ടി പോകാൻ പറ്റും. പിന്നെ എൻഫീൽഡിൻ്റെ ഷോറൂമിൻ്റെ നെറ്റ്വർക്കും വൈഡാണ്. എല്ലാ സ്ഥലങ്ങളിലും ഷോറൂമിൻ്റെ അവൈലബിലിറ്റി ഉണ്ട്. നിങ്ങളൊരു അഡ്വഞ്ചർ ടൂർ ഫ്രണ്ട്ലി ബൈക്ക് നോക്കുന്നുണ്ടെങ്കിൽ അഡ്വഞ്ചറിനും പിന്നെ ലോങ് ട്രിപ്പിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്നൊരു ബൈക്ക്, പ്രത്യേകിച്ച് ലഗേജ് വെച്ചിട്ടും പില്ലണൊക്കെ വെച്ചിട്ട് കൊണ്ടുപോകാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ബൈക്ക് നല്ല മാച്ചായിരിക്കും. നെഗറ്റീവ് നോക്കുകയാണെങ്കിൽ സിറ്റീസിലും ട്രാഫിക്കിലൊക്കെ വണ്ടി കൊണ്ടുപോകാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മാത്രമല്ല കുറച്ച് ഹീറ്റ് ഇഷ്യൂസും ഉണ്ട്, ബിഗ്ഗർ എഞ്ചിനും കൂടിയാണ്. പിന്നെ ഓണേഴ്സ് റിപ്പോർട്ടിൽ കുറച്ച് പേർക്ക് വന്ന കംപ്ലയിൻറ്റ് ഒരു ബാറ്ററി ഇഷ്യൂസും സെൻസറിൻ്റെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ഇലക്ട്രോണിക് പ്രശ്നങ്ങളൊക്കെ. പിന്നെ കുറച്ച് സ്ഥലങ്ങളിലൊക്കെ സർവീസിൻ്റെ മോശം എക്സ്പീരിയൻസും പല പേർക്കും കിട്ടിയിട്ടുണ്ടാവും എൻഫീൽഡിൻ്റെ സൈഡിൽ നിന്ന്. നല്ല ഷോറൂമിൽ നിന്ന് വണ്ടി എടുക്കാൻ നോക്കുക, നല്ല സർവീസ് സെൻറ്ററിൽ പോയി വണ്ടി സർവീസ് ചെയ്യുക. ഇതിൻ്റെ ഓരോ മോഡലിൻ്റെ പ്രൈസും വേരിയൻറ്റ് നോക്കുകയാണെങ്കിൽ ഓരോ മോഡലിനും ഓരോ പേര് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഹിമാലയൻ റേഞ്ചിലെ കുറച്ച് സ്ഥലങ്ങളെ കണക്ട് ചെയ്തിട്ടാണ് പേരൊക്കെ കൊടുത്തേക്കുന്നത്. മാന ഹാൻലെ എന്നൊക്കെ പറഞ്ഞിട്ട്, മാന ഒരു ഉത്തരാഖണ്ഡിൽ ഒരു പ്ലേസാണ്, ഹാൻലെ ലേ ലഡാക്കിലൊരു പ്ലേസുമാണ്. ബേസ് മോഡലിന് 3,91,000 രൂപയും, പിന്നെ സമ്മിറ്റ് മോഡലിന് 3,98,000 രൂപയും, ഹാൻലെ ബ്ലാക്കിന് 4,08,000 രൂപയും, ഇതിൻ്റെ ഏറ്റവും ടോപ്പായിട്ടുള്ള മാന ബ്ലാക്കിന് 4,17,000 രൂപയാണ് ഓൺ റോഡ്. ഇപ്പോൾ സിംഗിൾ സിലിണ്ടറിൽ ഓൾമോസ്റ്റ് എല്ലാ അഡ്വഞ്ചർ ബൈക്കിൻ്റെ ലിസ്റ്റ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി സ്ക്രാംബ്ലർ കുറച്ച് മോഡൽ പറയാനുണ്ട്, അത് വേറെ തന്നെ ഒരു വീഡിയോ ആയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ടിൻ സിലിണ്ടറിൽ വരുന്ന 8ാമത്തെ ബൈക്ക് BMWയുടെ F450 GS ആണ്. റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തൊരു ബൈക്കാണിത്. ജർമ്മനിയിലെ BMW മോട്ടോറാറിൻ്റെ ഡിസൈനിൽ TVSൻ്റെ ഹോസൂർ പ്ലാന്റിലാണ് വണ്ടി നിർമ്മിച്ചേക്കുന്നത്. നമുക്കറിയാൻ പറ്റുന്ന കാര്യം തന്നെയാണ് TVSും BMW തമ്മിലുള്ള പാർട്ണർഷിപ്പിൻ്റെ കാര്യമൊക്കെ. മുമ്പാണെങ്കിൽ G310 GS ആയിരുന്നു, അതിൻ്റെ ഒരു റീപ്ലേസ് മോഡലും കൂടിയാണിത്. ഇതിനൊരു 450 എന്നുള്ളൊരു ബാഡ്ജിങ് ആണെങ്കിൽ 421cc പാരലൽ ടിൻ സിലിണ്ടർ എഞ്ചിനാണ് വണ്ടിയുടെ ഒരു എഞ്ചിൻ്റെ ഒരു ക്യാരക്ടറൊക്കെ വരുന്നത്. 48 bhp ആണ് പവർ, 43 Nm ടോർക്കും, 6 സ്പീഡ് ഗിയർ ബോക്സും ആണ്. ഫ്രണ്ടിൽ 19 ഇഞ്ച് വീൽസും ബാക്കിൽ 17 ഇഞ്ച് വീൽസാണ്. ലോങ് ട്രാവൽ സസ്പെൻഷനാണ് വണ്ടിക്ക് കൊടുത്തേക്കുന്നത്. പിന്നെ വെയിറ്റ് കുറവാണ്, 178 kg മാത്രമേ വെയിറ്റ് വരുന്നുള്ളൂ. പോസിറ്റീവ് സൈഡ് നോക്കുവാണെങ്കിൽ ഏറ്റവും വലിയ കാര്യം വണ്ടിയുടെ ഫീച്ചേഴ്സ് തന്നെയാണ്. 6.5 ഇഞ്ചിൻ്റെ TFT ഡിസ്പ്ലേ ആണ്. അതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, റേഡിയോ മോഡ്സ്, ABS Pro, ഡൈനാമിക് ട്രാക്ഷൻ കൺട്രോൾ, ഡൈനാമിക് ബ്രേക്കിംഗ് കൺട്രോൾ, ഹീറ്റ് ഗ്രിപ്സ്, USB ചാർജിംഗ് പോർട്ട്, ക്വിക്ക് ഷിഫ്റ്റർ, എൻഡ്യൂറോ പ്രോ മോഡ്, അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വണ്ടിക്ക് അവർ കൊടുത്തിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം വണ്ടിയുടെ ഡിസൈൻ തന്നെയാണ്. വണ്ടി ഒരു ക്വാളിറ്റി, ഒരു പ്രീമിയം ക്വാളിറ്റി ടച്ച് എവിടെ നോക്കിയാലും ഫീൽ ചെയ്യും. BMWയുടെ 1300 GS R-ൻ്റെ ഡിസൈനാണ് അവർ ഇൻസ്പയർ ചെയ്തേക്കുന്നത്. ഇതിൻ്റെ ടോപ്പ് സ്പെക്കായിട്ടുള്ള മോഡലിന് ക്ലച്ച് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ക്ലച്ചിൻ്റെ ആവശ്യമില്ലാണ്ട് തന്നെ നമുക്ക് ഡൗൺ ഷിഫ്റ്റും അപ്പ് ഷിഫ്റ്റൊക്കെ ചെയ്യാൻ പറ്റും. ടോപ്പ് മോഡലിന് സ്പോക്ക് വീലും ട്യൂബ്ലെസ് ടയേഴ്സും വരുന്നുണ്ട്. പോസിറ്റീവായിട്ട് നമുക്ക് ഹൈവേ ടൂറിങ്ങിന് വണ്ടി യൂസ് ചെയ്യാം, ഓഫ് റോഡിങ്ങിലും നല്ല രീതിയിൽ കൊണ്ടുപോകാൻ പറ്റും. പിന്നെ ടിൻ സിലിണ്ടറിൻ്റെ ഒരു സ്മൂത്ത്നെസ്സും ഒരു റിഫൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഫീൽ ചെയ്യാനും പറ്റും. നെഗറ്റീവായിട്ട് പറയാനുള്ളത് ഒന്ന് വണ്ടിയുടെ ടോപ്പ് എൻഡാണ്. ടോപ്പ് എൻഡ് കുറച്ച് കുറവാണ്, അറൗണ്ട് ഒരു 160 റേഞ്ചിൽ മാത്രമേ ടോപ്പ് എൻഡ് കിട്ടുള്ളൂ. ഇതൊരു 450cc ആയിട്ടുള്ള പാരലൽ ടിൻ സിലിണ്ടർ എഞ്ചിൻ വരുന്ന മോഡലാണ്. ഒരു 156 ആണ് ഇപ്പോൾ നമ്മൾ പല വീഡിയോസിലും കണ്ടിട്ടുള്ളൊരു ടോപ്പ് എൻഡൊക്കെ. മേ ബി സർവീസ് കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെയ്തതിന് ശേഷം ചിലപ്പോൾ ടോപ്പ് എൻഡിൽ ചെറിയ വ്യത്യാസം വന്നേക്കാം. രണ്ടാമത്തെ കാര്യം വണ്ടിയുടെ സർവീസ് കോസ്റ്റ്, മെയിൻ്റെനൻസ് കോസ്റ്റ് വണ്ടിയുടെ റേറ്റ് ആണ്. ഇതൊരു ബ്രാൻഡ് വാല്യൂ ഉള്ള ബൈക്കാണ്, അതുകൊണ്ട് തന്നെ പ്രൈസിൽ നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ബ്രാൻഡിന് ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വണ്ടി ചൂസ് ചെയ്യാവുന്നേ ഉള്ളൂ. ആ ഒരു ബ്രാൻഡ് വാല്യൂ മാറ്റി നിർത്തി കഴിഞ്ഞാൽ കുറച്ചും കൂടി അഫോർഡായിട്ടുള്ള മറ്റു ബൈക്കുകൾ നമ്മൾ ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്. നിങ്ങളൊരു BMWയുടെ ബൈക്ക് വേണം, നല്ല റോഡ് പ്രസൻസ്, നല്ല ലുക്ക്, നല്ലൊരു എഞ്ചിൻ ഔട്ട്പുട്ടുള്ള ബൈക്ക് വേണ്ടെങ്കിൽ നിങ്ങൾക്ക് ക്രേസ് ഉണ്ടെങ്കിൽ ഈ ഒരു ബൈക്കിലേക്ക് പോവാം. ഇത് വണ്ടിയുടെ ഓൺ റോഡ് പ്രൈസ് നോക്കാം. സ്റ്റാൻഡേർഡ് മോഡലിന് 7,15,000 ഓൺ റോഡ്. മിഡ് വേരിയൻ്റ് ആയിട്ടുള്ള എക്സ്ക്ലൂസീവിന് 7,40,000 രൂപയാണ് ഓൺ റോഡ്. എല്ലാ സ്പെക്സും ഫീച്ചേഴ്സും വരുന്ന ട്രോഫി മോഡലിന് 7,90,000 രൂപയാണ് കേരളത്തിലെ ഓൺ റോഡ് പ്രൈസ്. ഇത്രയും ബൈക്കുകളാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളത്.
താങ്ക്സ് ഫോർ വാച്ചിങ്. വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ട്. അപ്പോൾ കണ്ടവരെല്ലാവരും ജസ്റ്റ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടുക.